ഹായ്, ഞാൻ ഷെറിൻ ഡേവിസ്. മാസ്റ്റർ മ്യൂച്വൽ ഫണ്ട് വിത്ത് ഹോം സീരീസിൻ്റെ 14ാമത്തെ എപ്പിസോഡിലേക്ക് നിങ്ങൾ എല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. കഴിഞ്ഞ കുറച്ച് എപ്പിസോഡുകളായിട്ട് നമ്മൾ മ്യൂച്വൽ ഫണ്ടുകളെ കുറിച്ച് ഒരുപാട് കാര്യം നമ്മൾ പഠിച്ചുവല്ലേ. എന്താണ് മ്യൂച്വൽ ഫണ്ട്, എങ്ങനെ നമുക്കത് സ്റ്റാർട്ട് ചെയ്യാം, എന്തൊക്കെയാണ് അതിലെ റിസ്ക്കുകൾ, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പഠിച്ചുവല്ലേ. ഇന്ന് നമുക്ക് ഒരു തുടക്കക്കാരൻ അതൊരു ബിഗിനർ എന്ന നിലയിൽ അതായത് നമ്മുടെ ഒരു മ്യൂച്വൽ ഫണ്ടിൻ്റെ പോർട്ട്ഫോളിയോ നമുക്ക് എങ്ങനെയാണ് സെലക്ട് ചെയ്യുന്നത്, തിരഞ്ഞെടുക്കുന്നത്, ഇതിനെ പറ്റിയിട്ട് നമുക്ക് ഇന്ന് പഠിക്കാം. അതായത് ഒരു പോർട്ട്ഫോളിയോയിൽ ആവശ്യമുള്ള കുറേ കാര്യങ്ങൾ, ഡൈവേഴ്സിഫിക്കേഷൻ, അതിൻ്റെ റിസ്കിൻ്റെ കാര്യങ്ങൾ, ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കി വേണം ഒരു പോർട്ട്ഫോളിയോ നമ്മൾ തിരഞ്ഞെടുക്കാനായിട്ട്, നമ്മുടെ ഒരു പേഴ്സണൽ പോർട്ട്ഫോളിയോ. ഇത് എങ്ങനെയാണെന്നാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത്. സോ വെൽക്കം ടു ദി 14th എപ്പിസോഡ് ഓഫ് മാസ്റ്റർ മ്യൂച്വൽ ഫണ്ട് വിത്ത് ഹോംസ്. ഇന്ന് ആദ്യമായിട്ട് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് എന്താണ് ഒരു പോർട്ട്ഫോളിയോ, അതായത് എന്തുകൊണ്ടാണ് ഒരു പോർട്ട്ഫോളിയോയുടെ പ്രാധാന്യം നമ്മുടെ ഒരു പേഴ്സണൽ ഇൻവെസ്റ്റ്മെന്റിൽ എന്നുള്ളതാണ്. അതായത് ഒരു മ്യൂച്വൽ ഫണ്ട് പോർട്ട്ഫോളിയോ എന്ന് പറഞ്ഞാൽ ശരിക്കും നിങ്ങളൊരു നിക്ഷേപങ്ങളുടെ ഒരു ശേഖരമാണല്ലോ. അതൊരു നമ്പർ ഓഫ് ഫണ്ട്സുകൾ അല്ലെങ്കിൽ പല കാറ്റഗറീസ് ഉള്ള ഒരുപാട് ഫണ്ടുകളുടെ ഒരു കൂട്ടമാണ് നമ്മുടെ ഒരു പോർട്ട്ഫോളിയോ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങളുടെ ലക്ഷ്യങ്ങൾ, അതുപോലെ നമ്മുടെ റിസ്ക്, നമുക്ക് എത്രയൊക്കെ ബെയർ ചെയ്യാൻ പറ്റും, അതിൻ്റെ ഒരു കപ്പാസിറ്റി, അല്ലെങ്കിൽ നമുക്ക് എത്ര കാലം നിക്ഷേപിക്കാം, അതിൻ്റെ ഒരു ഡ്യൂറേഷൻ, ഇതൊക്കെ കൂടിയ ഒരു ഗ്രൂപ്പ് ഓഫ് ഫണ്ടുകളാണ് നമ്മുടെ പോർട്ട്ഫോളിയോ എന്ന് പറയുന്നത്. അപ്പോൾ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ നിങ്ങൾക്കൊരു 30 വയസ്സുള്ള ഒരാളാണെന്ന് വിചാരിക്കാം. അപ്പോൾ ഒരു 10 വർഷത്തിനുള്ളിൽ നമ്മളൊരു വീട് മേടിക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നു. അപ്പോൾ അതിൻ്റെ റിസ്ക്, നമുക്ക് എത്ര റിസ്ക് നമുക്ക് എടുക്കാൻ പറ്റും, അല്ലെങ്കിൽ അത് എങ്ങനെയുള്ള സ്റ്റോക്കുകൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു പോർട്ട്ഫോളിയോ ആയിരിക്കണം ആ മ്യൂച്വൽ ഫണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ ലക്ഷ്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മളൊരു നമ്പർ ഓഫ് ഫണ്ട്സുകളിൽ അലോക്കേറ്റ് ചെയ്യുന്ന ഒരു സിസ്റ്റമാണ്, അതാണ് പോർട്ട്ഫോളിയോ എന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ ഇതിനെയാണ് നമ്മൾ എന്തൊരു പോർട്ട്ഫോളിയോ സെറ്റപ്പ് എന്ന് പറയുന്നൊരു പരിപാടി നമ്മൾ മ്യൂച്വൽ ഫണ്ടിൽ ചെയ്യുന്നത്. അതായത് ഒരു പോർട്ട്ഫോളിയോയിലേക്കുള്ള ആദ്യത്തെ നിങ്ങളുടെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നിങ്ങളുടെ ഒരു ഫൈനാൻഷ്യൽ ആയിട്ടൊരു ഒബ്ജക്റ്റ്, സാമ്പത്തിക ലക്ഷ്യം എന്താണെന്ന് തിരിച്ചറിയുക എന്നുള്ളതാണ്. അതായത് നിങ്ങളുടെ ഒരു പോർട്ട്ഫോളിയോ തുടങ്ങുന്നതിന് മുൻപ് ഇപ്പോൾ എന്തിനാണ് ഞാൻ നിക്ഷേപിക്കുന്നത് എന്നൊരു ചോദ്യം സ്വയം ചോദിക്കണം. എന്നാൽ മാത്രമേ നിങ്ങൾക്കത് ഏറ്റവും ബെറ്റർ ആയിട്ട് അങ്ങനത്തെ ഒരു പോർട്ട്ഫോളിയോ ഉണ്ടാക്കാനായിട്ട് പറ്റുള്ളൂ. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ ലക്ഷ്യങ്ങൾ, നമ്മുടെ ഒബ്ജക്റ്റ് ഷോർട്ട് ടേം ആണോ, അത് 1 വർഷം, ഒരു 3 വർഷത്തിനുള്ള ഒരു ഒബ്ജക്റ്റ് ആണോ എന്നുള്ളത് നിങ്ങൾ ആദ്യം ഒന്ന് മനസ്സിലാക്കുക. അതായത് ഒരു ബൈക്ക് മേടിക്കുക, ഒരു അവധിക്ക് ഒരു ഹോളിഡേ പ്ലാൻ ചെയ്യുക. അപ്പോൾ ഇതിന് ഇങ്ങനെയുള്ള ഫണ്ടുകളാണ് ഏറ്റവും മികച്ചതാണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ ആദ്യത്തെ ഈ ഒരു സ്റ്റെപ്പ് നിങ്ങൾ മനസ്സിലാക്കണം. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, അതായത് മിഡ് ടൈം, അതായത് നമുക്കൊരു ചെറിയൊരു ലക്ഷ്യത്തിനേക്കാൾ കുറച്ചും കൂടി വലിയ ഒരു മിഡ് ടൈം ലക്ഷ്യമാണ്, അതായത് ഒരു 3 to 5 years എന്ന് പറഞ്ഞൊരു കാറ്റഗറിയിലുള്ള ലക്ഷ്യമാണോ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അതായത് നമുക്കൊരു കാറ് മേടിക്കുക, അല്ലെങ്കിൽ മേ ബി ചിലപ്പോൾ കുട്ടികളെ വിദ്യാഭ്യാസം, അങ്ങനെയുള്ള ഒരു ലക്ഷ്യമാണോ എന്ന് മനസ്സിലാക്കുക. മൂന്നാമത്തെ ഒരു ഇതെന്ന് പറയുന്നത്, നിങ്ങളുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ലോങ് ടൈമിലേക്കുള്ള ഒരു ലക്ഷ്യമാണോ എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അതായത് ഒരു കുറച്ച് നാളുകൾക്ക് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ നമ്മുടെ റിട്ടയർമെൻറ്റ്, അങ്ങനെയുള്ള, അല്ലെങ്കിൽ നമുക്കൊരു വീട് വയ്ക്കുന്ന കാര്യങ്ങൾ, ഇതൊക്കെയാണ് നമ്മുടെ ലക്ഷ്യങ്ങൾ എങ്ങനെയാണെന്ന് തിരിച്ചറിയുന്നത്. ഈ 3 രീതിയിലാണ്. ഒന്ന്, നമ്മുടെ ഒരു ഷോർട്ട് ടൈം ലക്ഷ്യമാണോ, 2 നമ്മുടെ ഒരു മീഡിയം ടേമിലുള്ള ലക്ഷ്യമാണോ, നമ്മുടെ ഒരു ലോങ് ടൈം ആണെന്നോ, ഇത് നമ്മൾ ഏറ്റവും വ്യക്തമായിട്ട് തിരിച്ചറിയുക എന്നുള്ളതാണ് ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. നമ്മുടെ ഒരു പോർട്ട്ഫോളിയോ ഉണ്ടാക്കുന്നതിലുള്ള ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ലക്ഷ്യങ്ങളുടെ അതിൻ്റെ ഒരു ടേം, അത് നമ്മൾ സെലക്ട് ചെയ്യുക എന്നുള്ളതാണ്. ഇനി ഈ പോർട്ട്ഫോളിയോയിൽ ഉണ്ടാക്കുന്നതിലുള്ള സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നതാണ് നമ്മളുടെ ഒരു റിസ്ക്, നമുക്ക് എത്രമാത്രം റിസ്ക് എടുക്കാൻ പറ്റും എന്നുള്ളൊരു അതിനെപ്പറ്റി മനസ്സിലാക്കുന്നതാണ് ഇതിൻ്റെ ഒരു സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങളുടെ പോർട്ട്ഫോളിയോയിൽ ഏത് തരം ഫണ്ടുകൾ ഉൾപ്പെടുത്തണം എന്നുള്ളതാണ് നമ്മൾ അടുത്തതായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതായത് മ്യൂച്വൽ ഫണ്ടുകളിൽ പല രീതിയിലുള്ള ഈ പറഞ്ഞ മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റുകളുണ്ട്. അത് സ്റ്റോക്കുകളിൽ മാത്രം നിക്ഷേപിക്കുന്നത്, അതിൽ തന്നെ ലാർജ് ക്യാപ് സ്റ്റോക്കുകൾ, മിഡ് ക്യാപ് സ്റ്റോക്കുകൾ, സ്മോൾ ക്യാപ് സ്റ്റോക്കുകൾ, ഇങ്ങനെ നിക്ഷേപിക്കുന്ന ഒരുപാട് തരം ഫണ്ടുകളുണ്ട്. അപ്പോൾ അതിൽ റിട്ടേൺസ് കൂടുതൽ കിട്ടുന്നത്, അതുപോലെ റിസ്ക് കൂടുതലുള്ളത്, വിപണിയിൽ, അതായത് സ്റ്റോക്ക് മാർക്കറ്റിൽ അപ്പ് ആൻഡ് ഡൗൺസ് കൂടുതൽ അഫക്റ്റ് ചെയ്യുന്നത്, കൂടുതൽ അഫക്റ്റ് ചെയ്യാത്തത്, ഇങ്ങനെയുള്ള കുറേ കാറ്റഗറി ഓഫ് ഫണ്ടുകൾ അതിലുണ്ട്. ഇനി അപ്പോൾ റിസ്ക്, ഹൈ റിസ്ക് ഒരു കാറ്റഗറി എന്ന് പറയുന്നത്. അടുത്തതെന്ന് പറയുന്നതാണ് ഒരു മീഡിയം റിസ്ക് കാറ്റഗറി എന്ന് പറയുന്നത്. അപ്പോൾ മീഡിയം റിസ്ക് കാറ്റഗറി ഫണ്ടുകൾ ഏതൊക്കെയാണ്? അതായത് ഹൈബ്രിഡ് ഫണ്ടുകൾ, അല്ലെങ്കിൽ ബാലൻസ് ഫണ്ടുകൾ, ഡെറ്റ് ഫണ്ടുകൾ മിക്സ് ചെയ്തിട്ടുള്ള അങ്ങനത്തെ ഫണ്ടുകളാണ് നമുക്കൊരു മീഡിയം റിസ്ക് എന്ന് പറയുന്നത്. അപ്പോൾ ലാർജ്, ഏറ്റവും നല്ല റിസ്ക് ഉള്ള ഫണ്ടുകൾ, മിഡിലായിട്ട് റിസ്ക് ഉള്ള ഫണ്ടുകൾ, അടുത്ത് പറഞ്ഞാൽ റിസ്ക് വളരെ കുറഞ്ഞ ഫണ്ടുകളാണ്. അതായത് ഡെറ്റ് ഫണ്ടുകൾ, അതുപോലെ ലിക്വിഡ് ഫണ്ടുകൾ, ഇതൊക്കെയാണ് സാധാരണ റിസ്ക് കുറഞ്ഞ ഫണ്ടുകൾ. അപ്പോൾ റിസ്കിൻ്റെ ഒരു ക്യാരക്ടർ അനുസരിച്ചിട്ട് നമുക്ക് റിസ്ക് കൂടിയത്, റിസ്ക് മിഡിൽ റിസ്ക് ഉള്ളത്, കുറഞ്ഞ റിസ്ക് ഉള്ളത്, ഇങ്ങനെയുള്ള ഫണ്ടുകൾ ഏതൊക്കെയാണെന്നും കൂടെ നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കണം ഈ പോർട്ട്ഫോളിയോ പ്ലാൻ ചെയ്യുന്നതിന് മുൻപ്. അടുത്തായിട്ട് ഇപ്പോൾ ഒരു പോർട്ട്ഫോളിയോ ഉണ്ടാക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നതാണ്. അതായത് നിങ്ങളൊരു ഫണ്ട്, ഒരു ഫണ്ട് തിരഞ്ഞെടുക്കുമ്പോൾ, അതായത് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ടാണ് ഒരു ഫണ്ട് തിരഞ്ഞെടുക്കുകയാണെന്നുള്ളതാണ്. അതിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ആ ഫണ്ടിൻ്റെ ഒരു പെർഫോമൻസ് ആണ്, പാസ്റ്റ് പെർഫോമൻസ്. അത് ഏറ്റവും നല്ലതെന്ന് പറയുന്നത് ആ ഫണ്ടിൻ്റെ ഒരു ലോങ് ടൈം പെർഫോമൻസ് എന്താണെന്ന് നമ്മൾ പരിശോധിക്കണം. അതായത് ഒരു പക്ഷേ അതൊരു
നമുക്ക് ഒരു പറ്റാവുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത് ലാസ്റ്റ് ഒരു 2 കൊല്ലോ 3 കൊല്ലോ ഒക്കെ അല്ലെങ്കിൽ ലാസ്റ്റ് 1 കൊല്ലോ ഒക്കെ നല്ല പെർഫോമൻസ് ഉള്ള ഫണ്ടുകൾ ഒരു പക്ഷേ സെലക്ട് ചെയ്താലും അത്രയും നന്നായിട്ട് പെർഫോം ചെയ്യണമെന്നില്ല. പക്ഷേ നമ്മൾ പെർഫോമൻസ് നോക്കുന്ന സമയത്ത് ആ ഫണ്ട് തുടങ്ങി അന്ന് മുതൽ ടിൽ ഡേറ്റ് എന്ന് പറഞ്ഞാൽ ലോങ് ടൈമുള്ള അതിൻ്റെ ഒരു കൺസിസ്റ്റൻസി പെർഫോമൻസ് നമ്മൾ എന്ത് ചെയ്യണം, അത് വ്യക്തമായിട്ട് മനസ്സിലാക്കണം. അപ്പോൾ അതിൻ്റെ ഒരു കാര്യം എന്ന് പറയുന്നത് ഇപ്പോൾ പാസ്റ്റ് പെർഫോമൻസ് എന്ന് പറയുന്നത് ഒരിക്കലും ഫ്യൂച്ചറിൽ അങ്ങനെ തന്നെ റിഫ്ലക്ട് ചെയ്ത് കിട്ടണമെന്നൊരു നിർബന്ധമില്ല. പക്ഷേ എങ്കിലും നമ്മളൊരു പോർട്ട്ഫോളിയോ ഉണ്ടാക്കുന്ന സമയത്ത് തീർച്ചയായിട്ടും അതിൻ്റെ ഒരു ലോങ് ടൈം കൺസിസ്റ്റൻസി പെർഫോമൻസ് നമ്മൾ എന്തായാലും നോക്കണം. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു എക്സ്പെൻസ് റേഷ്യോ എന്നുള്ളതാണ്. അതായത് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഫണ്ടിൽ നമുക്ക് എത്രമാത്രം എക്സ്പെൻഡിച്ചർ വരുന്നുണ്ട്, അതിൻ്റെ ഒരു കോസ്റ്റ് എത്ര വരുന്നുണ്ടെന്ന് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കണം. പിന്നെ ഒരു മൂന്നാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ഫണ്ട് ഹൗസ്, അതായത് ഫണ്ട് ഹൗസിൻ്റെ ഒരു ക്രെഡിബിലിറ്റി, അതായത് നല്ല ഫണ്ട് ഹൗസസ് എന്ന് പറയുന്നത് അത് എത്രയാണെന്നുള്ളത് അതിൻ്റെ ഒരു ക്രെഡിബിലിറ്റിയും കൂടെ നമ്മൾ മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കണം. അടുത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഫണ്ട് മാനേജർ ആരാണ്, അവരുടെ ട്രാക്ക് റെക്കോർഡ്, അവർക്ക് എന്തെങ്കിലും ഒരു മോശം എക്സ്പീരിയൻസ് ഉള്ള ആളാണോ ഫണ്ട് മാനേജർ, ഇത് നമ്മൾ പരിശോധിക്കണം. അത് അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് അതിൻ്റെ ഒരു ഫാക്ട് ഷീറ്റ്, ആ ഫാക്ട് ഷീറ്റ് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കാം. അപ്പോൾ അതിൻ്റെ ഒരു റിസ്കിൻ്റെ ആ പർട്ടിക്കുലർ ഫണ്ടിൻ്റെ ഒബ്ജക്റ്റ് എന്താണ്, അതിൻ്റെ റിസ്ക് എന്താണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഫാക്ട് ഷീറ്റിൽ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ടാവും. പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് അതൊരു അസറ്റ് അണ്ടർ മാനേജ്മെൻറ്റ്. ഇപ്പോൾ നമുക്ക് പലപ്പോഴും ആളുകൾ ശ്രദ്ധിക്കാത്തൊരു കാര്യമാണ്, റിട്ടേൺസ് മാത്രമായിരിക്കും ആളുകൾ നോക്കുന്നത്. പക്ഷേ റിട്ടേൺസ് നോക്കാതെ നമ്മൾ എന്ത് ചെയ്യണം, നമ്മളതിൻ്റെ ഒരു അസറ്റ് അണ്ടർ മാനേജ്മെൻറ്റ് എത്ര എമൗണ്ട് മാനേജ് ചെയ്യുന്നുണ്ട് എന്നുകൂടെ നമ്മൾ നോക്കണം. ചിലപ്പോൾ ഒരു പക്ഷേ വളരെ കുറവ് അസറ്റ്സ് മാനേജ് ചെയ്യുന്ന ഫണ്ടുകൾ പലപ്പോഴും നല്ല റിട്ടേൺസ് കൊടുക്കും. പക്ഷേ അതിനൊരു ലിക്വിഡിറ്റി അല്ലെങ്കിൽ അങ്ങനെയുള്ള പല കാര്യങ്ങളും കൈകാര്യം ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു കോർപ്പസ് എത്രയാണ്, ഒരു സൈസബിൾ ആയിട്ടുള്ള ഒരു കോർപ്പസ് ഉണ്ടോ എന്നും കൂടെ നമ്മൾ ചെക്ക് ചെയ്യുന്നത് നല്ലതാണ്. നമ്മുടെ ഒരു പോർട്ട്ഫോളിയോ ബിൽഡ് ചെയ്യുന്നതിന് മുൻപ് നമ്മൾ ചെക്ക് ചെയ്യുന്ന കാര്യങ്ങളിൽ അടുത്തൊരു 4ാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഒരു ഡൈവേഴ്സിഫിക്കേഷൻ എന്ന് പറയുന്ന ഒരു പോയിന്റാണ്. അതായത് മ്യൂച്വൽ ഫണ്ട് സെലക്ട് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആളുകൾ അധികം ശ്രദ്ധിക്കാത്ത ഒരു പോയിന്റാണ് അതായത് ഡൈവേഴ്സിഫിക്കേഷൻ. അതായത് ഈ ഡൈവേഴ്സിഫിക്കേഷൻ എന്ന് പറയുന്നത് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഫണ്ടിനെ അതിൻ്റെ ഒരു റിസ്ക്കും അതിൻ്റെ ഒരു ഡ്യൂറേഷൻ അല്ലെങ്കിൽ അതിൻ്റെ ഒരു റിട്ടേൺ ഒരു കപ്പാസിറ്റി അനുസരിച്ചിട്ട് നമ്മൾ പല എന്താ പറയുക പല ഫണ്ടുകളിലേക്ക് അലോക്കേറ്റ് ചെയ്യുന്നതിന് ഡൈവേഴ്സിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഇത് നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ഹൊറൈസണിൽ അതുപോലെ നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് റിട്ടേണിൽ ഒരുപാട് അഫക്റ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ്. ഇപ്പോൾ അതായത് ചില എക്സാമ്പിൾസ് പറയാം. അതായത് നമ്മൾ പലപ്പോഴും ഒരു ഇൻവെസ്റ്ററുടെ പോർട്ട്ഫോളിയോ ചെക്ക് ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ ഒരേ കാറ്റഗറി ഓഫ് ഫണ്ടുകൾ തന്നെ 8ഉം 10ഉം ഫണ്ടുകൾ ചിലപ്പോൾ ഒരു പക്ഷേ ഉണ്ടാവണമെന്നും പലപ്പോഴും കാണാറുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു പേഴ്സണൽ പോർട്ട്ഫോളിയോ സെലക്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഏറ്റവും ശ്രദ്ധിച്ച് ചെയ്യേണ്ട ഒരു കാര്യമാണ് ഈ ഡൈവേഴ്സിഫിക്കേഷൻ. അപ്പോൾ എങ്ങനെയൊക്കെയാണ് ഡൈവേഴ്സിഫൈ ചെയ്യേണ്ടത്? ഡൈവേഴ്സിഫിക്കേഷൻ എന്ന് പറയുന്നത് നമുക്ക് പലപ്പോഴും ചെയ്യുന്നത് അതിലൊരു സ്റ്റോക്കുകളുടെ ഒരു മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ ബേസിൽ നമുക്ക് ഡൈവേഴ്സിഫൈ ചെയ്യാം. എന്ന് പറഞ്ഞാൽ അതിൻ്റെ ലാർജ് ക്യാപ് ഫണ്ടുകൾ, സ്മോൾ ക്യാപ് ഫണ്ടുകൾ, മിഡ് ക്യാപ് ഫണ്ട് അങ്ങനെ ഒരു മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ അനുസരിച്ചുള്ള വ്യത്യാസങ്ങൾ. അപ്പോൾ അതിൽ ഇപ്പോൾ നമ്മളൊരു മൾട്ടി ക്യാപ് ഫണ്ട് എന്ന് പറയുന്നത് ഇതിൻ്റെ എല്ലാം കോമ്പിനേഷനാണ്. അപ്പോൾ മൾട്ടി ക്യാപ് ഫണ്ടുകൾ പിന്നെ അതുപോലെ തന്നെ അപ്പോൾ ആ ഒരു ഫണ്ട് എന്ന് പറയുന്നത് ഈ എല്ലാ കാറ്റഗറി ഫണ്ടുകളും വരും. അപ്പോൾ അതിനെന്താണ് അതിൻ്റെ റിസ്ക് എന്ന് പറയുന്നത് ഒരു താരതമ്യ റിസ്ക് എല്ലാത്തിലും പാർട്ടിസിപ്പേറ്റ് ചെയ്യും. പക്ഷെ നമ്മളൊരു സ്മോൾ ക്യാപ് ഫണ്ടിൽ മാത്രം നിക്ഷേപിക്കുകയാണെങ്കിൽ റിസ്ക് കമ്പാരിറ്റീവ്ലി കൂടുതലായിരിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള സ്റ്റോക്കുകളുടെ റിസ്കിനെ മനസ്സിലാക്കിയിട്ട് നിക്ഷേപിക്കുന്നതിനെയാണ് സാധാരണ ഡൈവേഴ്സിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഈ ഡൈവേഴ്സിഫിക്കേഷൻ സെക്ടർ വൈസുള്ള ഡൈവേഴ്സിഫിക്കേഷൻസ് ഉണ്ട്, തീമാറ്റിക് ഫണ്ടുകളുടെ ഡൈവേഴ്സിഫിക്കേഷൻ ഉണ്ട്, ഡെറ്റ് ഇക്വിറ്റി ഡൈവേഴ്സിഫിക്കേഷനുകളുണ്ട്, മൾട്ടി അസറ്റ് ഡൈവേഴ്സിഫിക്കേഷനുകളുണ്ട്, അല്ലെങ്കിൽ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷനുള്ള ഡൈവേഴ്സിഫിക്കേഷൻ ഉണ്ട്, പിന്നെ പാസീവ് ആക്റ്റീവ് ഫണ്ടുകളുടെ ഡൈവേഴ്സിഫിക്കേഷൻ. അപ്പോൾ ഇങ്ങനെ ഒരുപാട് തരം ഡൈവേഴ്സിഫിക്കേഷൻ ചെയ്യാനുള്ള അവൈലബിലിറ്റി ഉണ്ട് നമ്മളുടെ റിസ്ക്കും റിട്ടേൺസും നമ്മുടെ ഡ്യൂറേഷനും അനുസരിച്ചിട്ട്. ഒരുപക്ഷെ നിങ്ങൾക്ക് അങ്ങനെ ഒരു ഡൈവേഴ്സിഫിക്കേഷൻ തന്നെ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ എക്സ്പെർട്ടിൻ്റെ ഒരു അഭിപ്രായം എടുത്തിട്ട് വേണം അത് ചെയ്യാനായിട്ട്. കാരണം ഡൈവേഴ്സിഫിക്കേഷൻ നമ്മൾ ചെയ്തില്ലെങ്കിൽ പലപ്പോഴും നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ് അത് ബാധിക്കാറുണ്ട്. കാരണം ആളുകൾ മ്യൂച്വൽ ഫണ്ടിൽ അലോക്കേറ്റ് ചെയ്യുന്നതിൻ്റെ റിട്ടേൺസ് മാത്രം നോക്കിയാണ്. ഇത് മ്യൂച്വൽ ഫണ്ട് റിട്ടേൺസ് മാത്രം നോക്കി നമ്മൾ ഒരിക്കലും ഒരു മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ജഡ്ജ്മെൻറ്റ് എടുക്കരുത്. അപ്പോൾ ഇത് ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു ഡൈവേഴ്സിഫിക്കേഷൻ എന്ന് പറയുന്നൊരു ഒരു പോയിന്റാണ്. അപ്പോൾ അത് നിങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കിയിട്ട് വേണം പോർട്ട്ഫോളിയോ ഉണ്ടാക്കാനായിട്ട്. ഇനി വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് പല ആളുകളിലും കാണുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് അതായത് എക്സ്ട്രീമായിട്ട് ഡൈവേഴ്സിഫിക്കേഷൻ ആണ്. അതായത് ഇപ്പോൾ സ്മോൾ ക്യാപ് ഫണ്ടുകൾ തന്നെയാണെങ്കിൽ ഒരു 10 കമ്പനികളുടെ സ്മോൾ ക്യാപ് ഫണ്ടുകൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ഇത് ടൂ മച്ച് ഡൈവേഴ്സിഫിക്കേഷൻ പ്രശ്നമാണ്. കാരണം അത് ചിലപ്പോൾ റിട്ടേൺസ് കിട്ടാനോ അല്ലെങ്കിൽ ചിലപ്പോൾ അമിത റിസ്ക് ഒക്കെ ഉള്ള ഒരു രീതിയിലായിരിക്കും ഡൈവേഴ്സിഫൈ ചെയ്യുന്നത്. അപ്പോൾ അതും നമ്മൾ അമിതമായിട്ടുള്ള ഡൈവേഴ്സിഫിക്കേഷൻ നമ്മൾ ഒഴിവാക്കുന്നത്. ഒരു ബാലൻസാണ് എപ്പോഴും നമുക്ക് ഉണ്ടാവേണ്ടത്. ഇനി അടുത്തൊരു പ്രധാനപ്പെട്ട സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ പലപ്പോഴും ഈ മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് അത്ര ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണോ എന്ന് വെച്ചാൽ ഒരു ഫണ്ട് സെലക്ഷൻ നമുക്ക് അത്ര ഈസി ആയിട്ട് ചിലപ്പോൾ ചെയ്യാൻ പറ്റുന്നതാവണമെന്നില്ല. അപ്പോൾ അതുപോലെ തന്നെ നമ്മളെപ്പോഴും കുറച്ച് റിസ്ക് കുറഞ്ഞ റിട്ടേൺസ് ആവറേജ് കിട്ടുന്ന ഒരു സ്കീമുകളിലൊക്കെ നമുക്ക് എന്താ SIPകൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഒരു സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും
നമുക്കൊരു ഫണ്ട് ചൂസ് ചെയ്യാനും നമുക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാനും ഒക്കെ വളരെ എളുപ്പമാണ്. കാരണം അതിന് നമ്മൾ വലിയ മോണിറ്ററിങ്ങിൻ്റെ ആവശ്യമില്ല, ഒരു ആവറേജ് റിട്ടേൺസ് നമുക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഏറ്റവും നല്ലത്, അത് ബിഗിനേഴ്സിനൊക്കെ ഏറ്റവും നല്ലതെന്ന് പറയുന്നത് ഒരു SIP ആയിട്ട് തുടങ്ങുക എന്നുള്ളതാണ്. ഒരു മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഏറ്റവും നല്ല ലംസം ചെയ്യുന്നതിന് മുൻപ്. അപ്പോൾ ഇതൊക്കെയാണ് മെയിനായിട്ട് നമ്മളുടെ ഒരു പോർട്ട്ഫോളിയോ, അതൊരു പേഴ്സണൽ പോർട്ട്ഫോളിയോ മ്യൂച്വൽ ഫണ്ടിൽ എങ്ങനെ ഉണ്ടാക്കണം, അല്ലെങ്കിൽ അത് അങ്ങനെ ഒരു ചിന്ത വരുന്നതിന് മുമ്പ് നമ്മൾ ചെയ്യേണ്ട കുറേ കാര്യങ്ങൾ എന്ന് പറയുന്നത് ഇതാണ്. അടുത്തതായിട്ട് നമ്മൾ സെലക്ട് ചെയ്തു, നമുക്കൊരു ഒന്നിൽ തന്നെയോ അല്ലെങ്കിൽ ഒരു അഡ്വൈസ്, ഒരു എക്സ്പെർട്ടിൻ്റെ ഒരു സഹായത്തോടെ നമ്മൾ ഇത് പോർട്ട്ഫോളിയോ ചെയ്തു എന്ന് വിചാരിക്കുക. ഇനി അതിലേക്ക് കുറച്ച് ടിപ്സ് എന്ന് പറയുന്നത്, നമ്മളൊരു നല്ലൊരു എന്താ പറയുക, ഒരു മ്യൂച്വൽ ഫണ്ട് ഡിസ്ട്രിബ്യൂട്ടറെയോ അല്ലെങ്കിൽ വളരെ എക്സ്പീരിയൻസ് ആയിട്ട് നമ്മളെ ഗൈഡ് ചെയ്യാൻ വരുന്ന ഒരാളെ നമ്മൾ കണ്ടെത്തുക എന്നുള്ളതാണ് ആദ്യത്തെ ഒരു സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ഓൺലൈൻ ഓഫ്ലൈൻ പ്ലാറ്റ്ഫോമുകളൊക്കെ അവൈലബിൾ ആണ്. പക്ഷേ ഏറ്റവും നല്ലത് നിങ്ങളൊരു ഓഫ്ലൈൻ ആയിട്ടുള്ളൊരു മ്യൂച്വൽ ഫണ്ട് ഡിസ്ട്രിബ്യൂട്ടർ അടുത്തേക്ക് അപ്രോച്ച് ചെയ്യുക എന്നുള്ളതാണ് നല്ലത്. അപ്പോൾ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളെ സംബന്ധിച്ച് ഇപ്പോൾ സപ്പോസ് പലപ്പോഴും നമ്മൾ കേൾക്കുന്ന ഒരു കാര്യമാണ്, ഈ ഓൺലൈൻ ആപ്പുകൾ ഇപ്പോൾ റീസെൻ്റായിട്ട് പല ആപ്പുകളും പണി മുടക്കുന്നതായിട്ട് നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ സംഭവിക്കുന്ന ഒരു കാര്യം, പലപ്പോഴും ഈ ആപ്പുകളിൽ കൂടെ നമ്മൾ മാത്രം അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ സംഭവിക്കുന്ന ഒരു കാര്യം, ഈ ആപ്പിന് എന്തെങ്കിലും സംഭവം, കാരണം നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ലോങ് ടൈം ആണ്. നമ്മൾ ഇന്ന് മുതൽ ചിലപ്പോൾ ഒരു 15 കൊല്ലത്തേക്ക് ചെയ്യുന്ന ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് 15 കൊല്ലം കഴിയുമ്പോൾ ഈ ആപ്പിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ വരികയോ എന്തെങ്കിലും ഇഷ്യൂസ് വന്നു കഴിഞ്ഞാൽ നമുക്ക് സ്വാഭാവികമായിട്ട് എൻക്യാഷ് ചെയ്യാനായിട്ട് കുറേ ബുദ്ധിമുട്ടുകൾ സാധാരണ ഉണ്ടാവാറുണ്ട്. അപ്പോൾ അതൊക്കെ ഒഴിവാക്കാനായിട്ട് നമ്മൾ റിസ്ക് അധികം എടുക്കാതെ, നമ്മൾ ഓൾറെഡി ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ, ഇക്വിറ്റി ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ റിസ്ക് എടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളൊരു ആ ഫണ്ടിൽ എടുക്കുന്ന റിസ്ക് മാത്രം ഒതുക്കി നമ്മൾ ഓഫ്ലൈനായിട്ടൊരു നല്ലൊരു ഡിസ്ട്രിബ്യൂട്ടർ ഐഡൻറ്റിഫൈ ചെയ്ത് അതിലൂടെ നിങ്ങൾ ഇൻവെസ്റ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അടുത്തൊരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ഈ സേവിങ്സ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത്, അതായത് നമ്മുടെ എമൗണ്ട് ചെറുതാണെങ്കിലും ആ ചെറിയൊരു ഹാബിറ്റായിട്ട് നമ്മൾ ചെറിയ എമൗണ്ടുകളിൽ നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റുകൾ സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നോർമലി നമ്മളൊരു ഹാബിറ്റ് നമ്മൾ ഫോം ചെയ്യുന്നു. അപ്പോൾ അങ്ങനെ ഗ്രാജുവലി എന്ത് ചെയ്യാം, നമുക്ക് വലിയ എമൗണ്ടിലേക്ക് പോകാൻ പറ്റും എന്നുള്ളതാണ് അടുത്തൊരു പ്രധാനപ്പെട്ട ഒരു ടിപ്പാണ്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. പിന്നെ തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാ കാര്യങ്ങൾക്കും ഒരു എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരു അഡ്വൈസറെ സമീപിക്കുക എന്നുള്ളതാണ് ഞങ്ങൾക്ക് എപ്പോഴും പറയാനുള്ളത്. നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങൾ, അതായത് നമ്മൾ മുൻപൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ടിപ്സ് നിങ്ങൾ കുറച്ചും കൂടെ എലാബറേറ്റ് ചെയ്ത് നിങ്ങൾക്ക് മനസ്സിലാവണമെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ആ വീഡിയോ കൂടെ നിങ്ങൾ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ നിങ്ങളുടെ ഒരു മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആലോചിക്കുന്ന സമയത്ത് ഈ പോർട്ട്ഫോളിയോ സെലക്ഷൻ, അല്ലെങ്കിൽ പോർട്ട്ഫോളിയോ കൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത് അത് ഏറ്റവും ഡിഫിക്കൽട്ടുള്ള ഒരു കാര്യമാണ്. ഈ പലപ്പോഴും ആളുകളുടെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഒബ്ജക്റ്റ് ഒക്കെ മീറ്റ് ചെയ്യാതെ പോകുന്നത് നമ്മുടെ ഫണ്ടിൻ്റെ സെലക്ഷൻ, പ്രോപ്പറായിട്ടുള്ള ഡൈവേഴ്സിഫിക്കേഷൻ, അല്ലെങ്കിൽ പ്രോപ്പറായിട്ടുള്ള റിസ്ക് മെഷർമെൻറ്റ്, പ്രോപ്പറായിട്ടുള്ള ഒബ്ജക്റ്റീവ്സ് ഐഡൻറ്റിഫൈ ചെയ്തിരിക്കുക, അങ്ങനെ കുറേ കാര്യങ്ങൾ കൊണ്ടാണ് ഈ മ്യൂച്വൽ ഫണ്ടുകളുടെ റിട്ടേൺസ് കിട്ടാതെ ആളുകൾക്ക് പോകുന്നത്. പലപ്പോഴും പല ഇൻവെസ്റ്റേഴ്സിന് എക്സ്പീരിയൻസ് ചെയ്തൊരു കാര്യം എന്ന് പറയുന്നത്, ഒന്നില്ലെങ്കിൽ അവർക്ക് ഈ പോർട്ട്ഫോളിയോ കൺസ്ട്രക്ഷൻ അല്ലെങ്കിൽ ഈ പോർട്ട്ഫോളിയോ സെലക്ഷൻ എന്ന് പറയുന്നത് വളരെ പത്തറ്റിക് ആയിട്ടാണ് ആളുകൾ ചെയ്യുന്നത്. അപ്പോൾ ഏറ്റവും നിങ്ങൾ നന്നായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇതാണ്. ഞാൻ ഈ ഒരു മുൻപ് പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ലക്ഷ്യങ്ങൾ നമ്മൾ എന്താണ് മനസ്സിലാക്കുക, നമ്മളുടെ റിസ്ക്, നമുക്ക് എത്രമാത്രം റിസ്ക് എടുക്കാൻ പറ്റും, അപ്പോൾ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഫണ്ടിന് എത്രമാത്രം റിസ്ക് എടുക്കാൻ പറ്റും, നിങ്ങൾക്കത് എന്ന് തിരിച്ചു വേണ്ടതാണ്, നമ്മുടെ ഡ്യൂറേഷൻ, ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ വ്യക്തമായിട്ട് നിങ്ങൾ മനസ്സിലാക്കുക. ഇപ്പം നിങ്ങൾക്ക് സ്വയമായിട്ട് അങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ പറ്റില്ലെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും എന്ത് ചെയ്യണം, ഒരു എക്സ്പെർട്ടിൻ്റെ അഡ്വൈസ് എടുക്കണം. കാരണം ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് നിങ്ങളുടെ ലൈഫിൽ ഒരു ലോങ് ടൈമിലേക്ക് നിങ്ങൾക്ക് ഏറ്റവും സെക്യൂർ ആയിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ് നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരിക്കലും അതിനൊരു എന്താ പറയുക, അതിന് നമ്മളൊരു ലീനിയർ, അല്ലെങ്കിൽ അതിനൊരു പിന്നെ ആവട്ടെ, അല്ലെങ്കിൽ അത് ഇങ്ങനെയൊക്കെ ചെയ്താൽ മതി എന്ന് അതിനൊരു ഏറ്റവും ലേസി ആയിട്ട് അതിനെ അപ്രോച്ച് ചെയ്യാതെ ഏറ്റവും സീരിയസ് ആയിട്ട് നിങ്ങൾ അതിനെ അപ്രോച്ച് ചെയ്യുന്നുള്ളതാണ് മ്യൂച്വൽ ഫണ്ടിൽ അല്ലെങ്കിൽ ഏതൊരു ഇൻവെസ്റ്റ്മെൻറ്റ് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത്. അപ്പോൾ തീർച്ചയായിട്ടും അതിന് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് രീതികളുണ്ട്. നിങ്ങളുടെ SIPകൾ നിങ്ങൾക്ക് തുടങ്ങാം, അങ്ങനെ സിസ്റ്റമാറ്റിക്കായിട്ട് നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാം. അപ്പോൾ അതുകൂടാതെ തന്നെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു വേറൊരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങളുടെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഒരു എക്സ്പെർട്ടായിട്ടുള്ള ഒരു അഡ്വൈസറെ നിങ്ങൾ മീറ്റ് ചെയ്യുക. എന്നിട്ട് അയാളിൽ നിന്നും അഡ്വൈസറോ അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ട് ഡിസ്ട്രിബ്യൂട്ടറെ നിങ്ങൾ മീറ്റ് ചെയ്യുക. അയാളുടെ ഒരു അഡ്വൈസ് നിങ്ങൾക്ക് ഒരുപാട് ഗുണം ചെയ്യും. അപ്പോൾ ഇത്രയും ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ തീർച്ചയായിട്ടും ശ്രദ്ധിക്കണം. ഇത് കുറച്ചും കൂടെ കൂടുതലായിട്ട് നിങ്ങൾ മനസ്സിലാക്കി വേണം നിങ്ങളുടെ മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് നല്ലൊരു റിട്ടേൺ കിട്ടാനായിട്ട്, ഭാവിയിൽ കിട്ടാനായിട്ടുള്ളത് ഉപകരിക്കൂ എന്നുള്ളത് തീർച്ചയായിട്ടും നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് മനസ്സിലായെന്ന് നിങ്ങൾ വിചാരിക്കുന്നു. തീർച്ചയായിട്ടും നിങ്ങൾക്കത് ഒരുപാട് ഉപകാരപ്പെടുന്ന ഒരു കാര്യങ്ങളാണ്. അപ്പോൾ പിന്നെ ഇതിൽ എന്തെങ്കിലും നിങ്ങൾക്ക് മനസ്സിലാവാത്ത കാര്യങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇത് രേഖപ്പെടുത്തണം. ഞങ്ങൾ അതിനുള്ള മറുപടി തീർച്ചയായിട്ടും നൽകുന്നതായിരിക്കും. ഇപ്പോൾ ഈ പോർട്ട്ഫോളിയോ കൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത്, പോർട്ട്ഫോളിയോ എങ്ങനെ ഉണ്ടാക്കാം എന്ന് പറയുന്നത് ഒരുപാട് ഇൻവെസ്റ്റേഴ്സ് മിസ് ചെയ്യുന്ന ഒരു കാര്യമാണ്. അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സിനോ ആരെങ്കിലുമൊക്കെ ഈ പോയിന്റ് നിങ്ങൾ തീർച്ചയായിട്ടും ഇത് ഷെയർ ചെയ്ത് കൊടുക്കണം. ഓക്കെ, നിങ്ങളൊരു നല്ലൊരു മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുകയും ഒരുപാട് റിട്ടേൺസ് ഉണ്ടാക്കുകയും ചെയ്തിട്ട് ഞങ്ങൾ ആശംസിക്കുകയാണ്. വി ആർ ഹിയർ ടു ക്രിയേറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് വിന്നേഴ്സ്. താങ്ക് യു.